വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. റയൽ മാഡ്രിഡ് വേഴ്സസ് ബാഴ്സലോണ കൊപ്പ ഡെൽ റേ ഫൈനൽ ഇന്ന് രാത്രി സെവിയയിൽ വെച്ച് നടക്കും. വളരെ ലേറ്റ് ആയിട്ടുള്ള കിക്ക് ഓഫാണ്. 1:30ക്കാണ് മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് സ്പാനിഷ് ടൈം 10 മണിക്ക്. എന്തുകൊണ്ടാണ് അത്രയും വൈകി മത്സരം കിക്ക് ഓഫ് ആവുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയില്ല. അപ്പം എന്തായാലും രണ്ട് ടീമുകളെ സംബന്ധിച്ചും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരമാണ്, എസ്പെഷ്യലി റയൽ മാഡ്രിഡ് കമ്പാരിറ്റീവ്ലി. കാരണം ബാർസലോണ ഒരു ക്വാഡ്രാപ്പിൾ ചാർജിലാണ്. ക്ലബിൻ്റെ അംബീഷൻ നമുക്കറിയാം, അവർക്ക് ക്വാഡ്രാപ്പിൾ അടിക്കണം. അല്ലെങ്കിൽ ഹാൻസി ഫ്ലിക്കിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് വളരെ മികച്ചൊരു ഫൈനൽ റെക്കോർഡും അതുപോലെ എല്ലാം വേണം എന്നുള്ളൊരു ദൃഢനിശ്ചയവും ഉള്ളൊരു മനുഷ്യനാണ്. നമ്മൾ വേളിൽ വെച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്ന് പറയുന്ന പോലെ അതേ ഇൻറ്റൻസിറ്റിയിലും അല്ലെങ്കിൽ അതേ അംബീഷനിലുമാണ് അദ്ദേഹം ഈ ബാർസലോണ പ്രൊജക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതേസമയം റയലിനെ സംബന്ധിച്ച് ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഇപ്പോൾ അവർ നാണം കെട്ടിട്ടാണ് UCL നിന്ന് പുറത്തു പോയത്. അതുപോലെ തന്നെ ലാലിഗ ടൈറ്റിൽ റേസിലുണ്ട്. 4 പോയിന്റ് ഗ്യാപ്പേ ഈ രണ്ട് ടീമുകൾ തമ്മിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ ഒരു മൊമെൻറ്റം സൃഷ്ടിക്കാനുള്ള ഒരു അവസരമാണ്. ഇപ്പോൾ എന്തായാലും ഈ ഒരു കോമ്പറ്റീഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ബാർസലോണ 31 തവണ ഇത് അടിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തവണ വിജയിച്ചിട്ടുള്ളത് ബാർസലോണയാണ്. അതേസമയം തന്നെ റയൽ 21 തവണയാണ് വിജയിച്ചിട്ടുള്ളത്. അതുപോലെ റീസെൻ്റ്ലി ഈ രണ്ട് ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ റയലിന് കനത്ത തോൽവികളാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. 0-4 അതുപോലെ തന്നെ 2-5 എന്നുള്ള സ്കോറിലൊക്കെ ബാർസലോണ വിജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിയുമ്പോൾ റയലിലേക്ക് ഒത്തിരി ടെൻഷൻസ് അവിടെ നിലവിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്പർ 1 കാര്യം കാർലോ ആഞ്ചലോട്ടിയുടെ കാര്യമാണ്. ആ ഒരു ആർസണൽ തോൽവിക്ക് ശേഷം വാർത്തകൾ വന്നിരുന്നു, കോപ്പ ഡെൽ റേ ഫൈനലായിരിക്കും ഒരു പക്ഷേ ആഞ്ചലോട്ടിയുടെ അവസാന മത്സരം എന്നുള്ള രീതിയിൽ വന്നിരുന്നു. അതുപോലെ മറ്റൊരു സൈഡിൽ നിന്ന് വാർത്ത വന്നു, തോറ്റാൽ പോലും ചിലപ്പോൾ സീസണിൻ്റെ അവസാനം വരെ നിൽക്കും, അല്ലെങ്കിൽ സാക്ക് അതിന് ശേഷമേ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അധികം മത്സരങ്ങളൊന്നുമില്ല, 4-5 മത്സരങ്ങൾ ലാലിഗയിൽ ബാക്കിയുള്ളൂ. അപ്പോൾ എന്തായാലും ആഞ്ചലോട്ടിയുടെ കാര്യത്തിൽ ഇന്ന് മിക്കവാറും ഒരു തീരുമാനമാവും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ ഒപ്പം വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തൊരു ഡ്രാമയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന കാര്യമാണ്. റയൽ RMTVയിൽ അവർ സ്ഥിരം ചെയ്യാറുള്ളൊരു പരിപാടിയാണ്. റെഫറികളെ ടാർഗറ്റ് ചെയ്തിട്ട് അവർ വീഡിയോ ഇടാറുണ്ട്. റയലിന് എതിരായിട്ട് ഡിസിഷൻസ് ഒക്കെ ഇടുകയാണെങ്കിൽ അത് വീഡിയോ ആയിട്ട് ഇടാറുണ്ട്. അപ്പോൾ അതിനെതിരെ നേരത്തെ തന്നെ കംപ്ലൈൻ്റ് ഉള്ളതാണ്. സെവിയ അതുപോലെ തന്നെ ബാർസലോണയൊക്കെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇവരിങ്ങനെ റെഫറീനെ സ്വാധീനിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ പ്രഷറൈസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യം. അപ്പോൾ അവരത് വീണ്ടും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഫറിമാർ, വാറിൻ്റെ റെഫറി അതുപോലെ തന്നെ ഓൺ ഫീൽഡ് റെഫറിയും അതിനെതിരെ വന്നു. അവർ പറഞ്ഞു ഞങ്ങളെ പേഴ്സണലി എഫക്റ്റ് ചെയ്യും, എസ്പെഷ്യലി കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പോൾ അവരുടെ ഫാദേഴ്സിനെ കള്ളന്മാരെന്നുള്ള രീതിയിലുള്ള ഇമേജൊക്കെയാണ് റയൽ വരുത്തി തീർക്കുന്നത്. അപ്പോൾ അങ്ങനെ റയലിനെതിരെ അവർ രംഗത്ത് വന്നു. അതിനുശേഷം റയലിന് അത് ഇഷ്ടപ്പെട്ടില്ല, അവരത് പോയി കംപ്ലൈൻ്റ് എന്നുള്ള രീതിയിലും അങ്ങനെ മൊത്തത്തിൽ ഒരു പ്രശ്നം, ഒരു അൽഗുൽത്ത് പ്രശ്നത്തിന് വേണ്ടി ഇവർ പോയി. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ റൂമേഴ്സ് വന്ന് റയൽ ഒരു പക്ഷേ ഫൈനൽ കളിക്കില്ല, അവർ കളിക്കാതിരിക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അതിനുശേഷം റയൽ സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടു, അവർ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല, കളിക്കും എന്നുള്ള രീതിയിൽ തന്നെ വന്നത്. ഒരു ആവശ്യമില്ലാത്തൊരു ഒരു ഒരു വിവാദം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര റയൽ പോലത്തെ ഒരു ക്ലബ്ബ് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ എല്ലാ ക്ലബ്ബുകൾക്കും, ഇപ്പോൾ ചെൽസി ഫാൻസിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു റെഫറി ആയിട്ട് പ്രശ്നമുണ്ട്. അതുപോലെ ഏത് ക്ലബ്ബിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റെഫറി ആയിട്ട് പ്രശ്നമുള്ള ആൾക്കാരാണ്. അത് ഫാൻസ് പറയുന്നതിൽ അവർ തെറ്റൊന്നുമില്ല. അപ്പോൾ ഫാൻസിന് അങ്ങനെയൊക്കെ പ്രതിഷേധിക്കാം. പക്ഷേ ഒരു ക്ലബ്ബ് എന്നുള്ള രീതിയിൽ ക്ലബ്ബ് അങ്ങനെയൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഒരു മോശം പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫാൻസ് പറയുന്നത് ഓക്കെ, പക്ഷേ ഒരു ക്ലബ്ബ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നത് അത് എനിക്ക് തോന്നുന്നില്ല ശരിയാണെന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. അപ്പോൾ എന്തായാലും പ്രധാനമായിട്ട് ഈ രണ്ട് ടീമുകളും കോപ്പ ഡെൽ റേ ഫൈനൽ കളിച്ചത് 2011-ലും 2014-ലുമാണ്. അപ്പോൾ അന്നൊക്കെ റയലിനാണ് വിജയം ഉണ്ടായത്. അതുപോലെ ബാർസലോണയെ സംബന്ധിച്ച് ഇനിയിപ്പോൾ വലിയൊരു മത്സരം ഇന്റർ മിലാനൊക്കെ ആയിട്ട് വരാനുണ്ട് എന്നുള്ളതും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പം എന്തായിരിക്കും ബാർസലോണയുടെ അപ്രോച്ച് എന്നുള്ള കാര്യം പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഹാൻസി ഫ്ലിക്ക് സ്റ്റൈല് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഹൈ എനർജി അതുപോലെ തന്നെ ഹൈ ലൈൻ പട്ടയെന്ന് അടിക്കാനുള്ളൊരു ശ്രമമായിരിക്കും അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാണ്. അതേസമയം റയൽ മാഡ്രിഡിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആഴ്സണലായിട്ടുള്ള മത്സരത്തിലൊക്കെ അവർ ക്രോസുകൾ കേന്ദ്രീകരിച്ചാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ മത്സരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവരുടെ അപ്രോച്ച് എന്തായിരിക്കും? ഇപ്പോൾ ഒരു പക്ഷേ ബാർസലോണയുടെ ലെഫ്റ്റ് സൈഡിനായിരിക്കും ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം ബാൾഡെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു വീക്ക് പോയിൻ്റ് ആയിട്ട് റയൽ കണ്ട് ചിലപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് ടാർഗറ്റ് ചെയ്തിരിക്കും. അതുപോലെ ടീം ന്യൂസിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ലെവൻഡോസ്കി ഇല്ല എന്നുള്ളതാണ്. ഫെറാൻ ടോറസ് ആയിരിക്കും അവിടെ കളിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ബാൾഡെ ഇല്ലാത്തതുകൊണ്ട് തന്നെ മാർട്ടിൻ ആയിരിക്കും കളിക്കാൻ പോകുന്നത്. അതുപോലെ കുബാർസിയൊക്കെ തിരിച്ചു വരുന്നുണ്ട്. റയലിനെ പറ്റി പറയുകയാണെങ്കിൽ കമവിംഗ ഇല്ല, കമവിംഗയ്ക്ക് ഇഞ്ചുറിയാണ്. അതുപോലെ തന്നെ കാർവഹാലും മിലിറ്റാവും ഒക്കെ ലോങ് ടൈം ഇഞ്ചുറിയിലാണ്.
പിന്നെ എംബാപ്പയുടെ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കളിക്കുമായിരിക്കും എന്നുള്ള രീതിയിൽ വാർത്ത വന്നിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ചില ന്യൂസ് കൊണ്ട് കളിക്കില്ലായിരിക്കും എന്നുള്ള രീതിയിലും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിലാണ് വാർത്തകൾ വരുന്നത്. റോഡ്രിഗോ എന്തായാലും കളിക്കും എന്നുള്ള കാര്യം ആഞ്ചലോട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ ഒരു മത്സരത്തിൻ്റെ പ്രൊഡിക്ഷനിലേക്ക് വരികയാണെങ്കിൽ ബാർസലോണ ഫാൻസൊക്കെ ഹൈലി കോൺഫിഡൻ്റ് ആണെന്നുള്ളതാണ്. മിക്കവരും ഒരു വലിയ 2, 3, 4 ഗോളിൻ്റെ മാർജിനിലൊക്കെ ജയിക്കും എന്നുള്ള രീതിയിലുള്ള അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് ബാർസലോണ ഫാൻസ് നിൽക്കുന്നത്. എൻ്റെയും ഒരു ഫീലിംഗ് അതാണ്. വലിയ മാർജിനിൽ തോപ്പിച്ചില്ലെങ്കിലും ബാർസലോണ തന്നെ ജയിക്കും എന്നുള്ളൊരു ഫീലിംഗ് ആണുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ പ്രൊഡിക്ഷൻസ്, അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.